അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ള എല്ലാ പ്രിപ്പറേഷനും ഞാൻ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. I prepared very well to continue that portion. ഞാൻ ഇന്നലെ വൈകിട്ട് വീണ്ടും ഇന്നത്തെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ദൈവവചനം വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മറ്റൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. Last evening, yesterday also, I was preparing and meditating and praying about this matter. Another thought came into my mind. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ ഒരു ക്രിസ്ത്യന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവവചനത്തിലൂടെ ഒന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. A couple of months back, I tried to learn a character of a person according to the Bible. Personal life of a Christian. Personal life of a Christian. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഒരാഴ്ച മുമ്പ് എ ലൈഫ് ഓഫ് ഓണസ്റ്റി എന്നൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. That is the reason I mentioned you 1 week back, the week before, a personal life of honesty. Life of honesty. I explained to you. നിങ്ങൾ ഓർക്കുന്നെന്ന് വിചാരിക്കുന്നു, സത്യസന്ധതയുള്ള ജീവിതം. I mentioned to you about faithfulness or integrity. ഇന്ന് അതിന്റെ മറ്റൊരു ടോപ്പിക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഓൾമോസ്റ്റ് 1-2 കുഞ്ഞുങ്ങളൊഴികെ ബാക്കി എല്ലാവരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ ഓൾട്ടർനേറ്റീവ് വീക്കിലും ഞാൻ അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. I have arranged in this way that almost all young children are amongst us except a couple. So that's the way I arranged. So I would like to tell. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ വലിയ ആൾക്കാർക്കുള്ള പ്രസംഗം ഞാൻ ന്യായമായിട്ടും പറഞ്ഞിട്ടുണ്ട്. Yesterday and the day before, I have given a big message to the adults. കർത്താവിന്റെ ദാസന് ഇപ്പം അഡൽറ്റിന് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ നല്ലൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും Minister of the Lord also just ministered a good portion to those adults can understand. ഇന്ന് ഞാൻ എൻ്റെ ഇളയ സഹോദരങ്ങളെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നു. പേരൻസിന് ഇതിനകത്തുണ്ടെങ്കിൽ എടുത്തോണം. So mainly I am going to keep attention to our young fellow members, but please take attention our adults too. അതുകൊണ്ട് പേരൻസ് ആരും ഡോർ ക്ലോസ് ചെയ്യരുത്, ഞങ്ങൾക്കുള്ളതല്ല. നോ, എല്ലാവർക്കും ഉള്ളതാണ്. മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്, എൻ്റെ ഇളയ സഹോദരങ്ങളെയാണെന്ന് മാത്രമേ ഉള്ളൂ. So adults, do not think that it is not applicable to me, but mainly I'm going to focus on young fellow members. ഏറ്റവും ലളിതമായി എ ലൈഫ് ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുള്ള ജീവിതം എന്താണെന്ന് പറയാൻ പോവാ. I would like to explain in a very simple way, life of godliness. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഇതിന് ശേഷം ഒരു പക്ഷേ 1-2 പേരോടൊന്ന് ചോദിക്കുമായിരിക്കും യോഗം കഴിഞ്ഞതിന് ശേഷം. പ്ലീസ് ബി ലിസൺ. വളരെ കെയർഫുൾ ആയിട്ടൊന്ന് കേൾക്കണം. After our meeting, I may ask you a couple of questions to either one of you or 1 or 2 of you. So please listen very carefully. എനിക്കറിയാം ഈ കൾച്ചറിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഇതൊരു ആത്മീയ അധികാരമല്ലേ, നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് പോകണം. So according to the culture over here, I know that this is a kind of little bit difficult to grasp it or understand it, but this is according to the scriptures. അതിനെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ സെന്റൻസുകളെ. It will be very difficult to accommodate what I am going to tell you. ഒരു വാക്യം വായിച്ചു തുടങ്ങാം. എല്ലാവരും പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ. Please open all of your Bible. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഇത്. നമ്മൾ സൺഡേ സ്കൂളിൽ ആദ്യകാലത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. Everybody is very familiar with this verse. When we start learning in the Sunday school, we started memorizing this. Proverbs 1:7. Proverbs 1:7. സദൃശവാക്യങ്ങൾ 1:7. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മതി. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. Please read in English. The fear of the Lord is the beginning of wisdom. ഇനി ഒരു ചോദ്യം എല്ലാവരോടുമായിട്ട് ചോദിച്ചു തുടങ്ങുക. ആദ്യത്തെ ഇത് പ്രോവർബ് 1:7 ആണല്ലോ വായിച്ചത്. ആദ്യത്തെ പ്രോവർബ് ഏതാണെന്നറിയാമോ? ഫസ്റ്റ് പ്രോവർബ് in that book. Do you know what is the first proverb in the book of Proverbs? ഒന്ന് ഓടിച്ചു നോക്കിയ വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയ. Just 1:7 ആദ്യത്തെ പ്രോവർബ്. ആദ്യത്തെ 6 വാക്യങ്ങൾ ആ പ്രോവർബിനുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. We can see that the first proverb in the book of Proverbs is chapter 1:7. 1 through 6 verses are just an introduction to the Proverbs. അങ്ങനെയെങ്കിൽ ശലോമോൻ ആദ്യം എഴുതുകയാണ് യഹോവ ഭക്തി
അല്ലെങ്കിൽ ആ ഭക്തി എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. So Solomon is writing that the fear of the Lord is the beginning of wisdom. അതുകൊണ്ട് എപ്പോ ചോദിച്ചാലും ഓർത്തോണം, ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോവർബ്. ഇതാണ് ആദ്യത്തെ പ്രോവർബ്. So whenever anyone asks you what is the first proverb, everybody should memorize it. First chapter 1 verse 7, the fear of the Lord is the beginning of the wisdom, is the first proverb. ശലോമോൻ ഒടുവിൽ എഴുതുന്ന പുസ്തകമാണ് എക്ലീസിയാസ്റ്റിക്. Ecclesiastes is the last book Solomon wrote. അതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ 12-ാമത്തെ അധ്യായം, ചാപ്റ്റർ 12 വന്നിടത്തെ. Ecclesiastes chapter 12 വേഴ്സ് 13 എന്ന് നോക്കിയേ. വേഴ്സ് 13, മതി. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കുമ്പോ 13. Now all has been heard. Here is the conclusion of the matter. Fear God and keep His commandments, for this is the duty of all mankind. മതി. അതിന്റെ 14-ാം വാക്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്, ഞാൻ സമയം പോലെ പറയാം. അങ്ങനെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ പ്രോവർബ് ഫിയർ ദ ലോർഡ്. The first proverb is the fear of the Lord. എന്നിട്ട് നമ്മൾ പ്രോവർബ്, സോങ് ഓഫ് സോളമൻ, എക്ലീസിയാസ്റ്റിക്, ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ശലോമോൻ ലോകത്തിലെ എല്ലാ മേഖലയിലൂടെയും പോയി. We all know that Solomon went through a lot of different areas in life. ഭൂമിയിലുള്ള സർവ്വകാര്യവും മനസ്സിലാക്കി. He understood almost everything on earth. തന്റെ ഒബ്സർവേഷൻ എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. He actually wrote down almost all observations through these books. എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് After observing everything, he is concluding his writing. he is concluding his writing. എന്നാ എഴുതുന്നത് അറിയാമോ? Do you know what he has written? ഇതാകുന്നു സകലത്തിന്റെയും, ഇംഗ്ലീഷിൽ ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് എവറിത്തിങ്. ഫിയർ ദ ലോർഡ്, obey his commandment, God is going to judge every our secret deeds എന്ന് പറഞ്ഞാണ് താൻ തന്റെ പുസ്തകം നിർത്തുന്നത്. Then he is concluding by stating like this: this is the end of the matter. Fear the Lord, because God knoweth all heart. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ. So dear, പ്രോവർബ് ഫസ്റ്റ് ഏതായിരുന്നു? ഫിയർ ദ ലോർഡ്. the first proverb is fear the Lord. ലോകത്തിലെ എല്ലാ കാര്യത്തിലൂടെയും പോയി. Almost he went through almost all the matters through in. എല്ലാം ഒബ്സർവ് ചെയ്തു. He observed everything on earth. ഒടുവിൽ താൻ നമ്മളോട് പറയുക, Finally he was mentioned. എല്ലാറ്റിന്റെയും സാരം കേൾക്കാ, ദൈവത്തെ ഭയപ്പെടുക. Finally he was saying that look at everything but fear the Lord. Praise the Lord. This is the end. ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയോ? Hallelujah. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Hallelujah. 1-2 വാക്യം കൂടെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. I would like to say few more verses as an 1 introduction. തിമോത്തി 4:8 ഒന്ന് വായിച്ചേ. 1 തിമോത്തി 4:8. 1 തീമോഥെയോസ് 4-ാം അധ്യായം 8-ാം വാക്യം. 1 തിമോത്തി 4:8. For physical training is of some value, but godliness has value for all things, holding promise for both the present life and the life to come. മതി. ശരീരാഭ്യാസം അല്പം പ്രയോജനമുണ്ട്. അത് അവിടെ ശ്രദ്ധിച്ചാൽ മതി. ശരീരാഭ്യാസം കൊണ്ട് എവിടെയാ പ്രയോജനം ഉള്ളത്? Our bodily exercise is good for the life over here, life on earth, അല്പകാലത്തേക്ക്. for a little while. സെക്കൻഡ് കാര്യം, അവിടെ കാര്യം അറിയോ, നമ്മൾ പ്രാധാന്യത കൊടുക്കുന്നത് ഈ ശരീരത്തിന്റെ എക്സസൈസിനാണ്. We always give more importance to the body or the bodily exercises. പോൾ പറയാ നല്ലതാണ്, കുറച്ചു കാലത്തേക്ക് നല്ലതാണ്. Paul is mentioning that it is profitable for a little while. പക്ഷെ എന്നിട്ട് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. But he is mentioning that the most profitable thing. മോസ്റ്റ് പ്രോഫിറ്റബിൾ ഫോർ നൗ ആൻഡ് ഇറ്റേണിറ്റി. എന്താ അർത്ഥം? ഇവിടെയും നിത്യതയിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ദൈവഭക്തി. He was mentioning that the fear of the Lord is not only profitable currently, but also it is profitable towards the end. ഞാൻ ആ വിഷയത്തിലേക്ക് വരിക. Hallelujah. സെയിം 1 തിമോത്തി 6:6 ഒന്ന് നോക്കിയേ. 1 തിമോത്തി 6:6. 6:6. ഫസ്റ്റ് 1 തീമോഥെയോസ് 6:6. അലംഘനത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാണ്.
നമ്മൾ മലയാളത്തിൽ അലംഭാവത്തോട് വായിക്കുമ്പോൾ ഇടയ്ക്ക് അലംബന അങ്ങനെ അർത്ഥം വരും. അങ്ങനല്ല കേട്ടോ. അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് എന്നാണ്. തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണെന്നാണ് പോൾ പറയുന്നത്. Paul was mentioning here that if you are satisfied or contented with godliness, that is what it is a great gain. അങ്ങനെങ്കിൽ നോക്കിക്കേ, ആദ്യവും അവസാനവും ദൈവഭക്തി പറയുന്നു. And just to think about it, first and last he was mentioning about the fear of the Lord. എന്നിട്ട് ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ തിങ്സ് ആണ് ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നു. Then he was mentioning as the most profitable thing is the fear of the Lord. തൃപ്തിയോടുകൂടിയ ഭക്തി വലിയ ആദായമാണെന്ന് പറയുന്നു. Then he is mentioning as godliness with the contentment is great gain. എന്നിട്ട് After that, 2 തിമോത്തി 3-ക്കകത്ത് അന്ത്യകാലത്തിലെ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു 19 ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. then we can see that the end time characteristics in the book of 2 Timothy chapter 3. 1-6 അവിടെ ഉണ്ട്. 1 through 6 verses is showing. മനുഷ്യ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും, ബമ്പ് പറയും, അങ്ങനെ 19 ക്യാരക്ടറിസ്റ്റിക്സ്. Almost it is lovers of self, lovers of money, boastful, haughty, a kind of almost 19 characteristics of the end times. ആ വാക്യത്തിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം, ലാസ്റ്റ് ഡേയ്സ് ആൻഡ് അൺഗോഡ്ലിനെസ് എന്നതാണ്. We could have given a title as last godliness and end times. എന്നിട്ട് ആ 5-ാം വാക്യവും 6-ാം വാക്യവും തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? And have you ever observed that what is the end of the verses 5 and 6? Form of godliness but denying the power എന്ന് പറഞ്ഞാണ് തീരുന്നത്. But we can see that holding a form of godliness but having denied the power of it. ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷേ ഒറിജിനൽ ഭക്തി ഇല്ല എന്നാണ് പറയുന്നത്. Holding a form of godliness but truly there is nothing. പ്രൈസ് ലോർഡ്. അതിന് നമുക്ക് ഭക്തിയുടെ വേഷമുണ്ട്, അഹങ്കാരമുണ്ട്, ഭക്തിയുടെ വേഷമുണ്ട്, സെൽഫിഷ്നെസ്സും ഉണ്ട്. എന്നാൽ ഒരാൾ നോക്കുമ്പോ എന്തോ ഉണ്ട്, നല്ല കവറപ്പായിട്ട് ഗോഡ്ലിനെസ്സും ഉണ്ട്. When one person look at us, we have a form of godliness, but there is pride. We have a form of godliness, we have selfish ambition, but overall, if you look physically, we are bearing a form of godliness. ഇനിയും പറയാൻ പോകുന്നതും ഒട്ടും കേൾവിക്ക് സുഖമുള്ള കാര്യമല്ല. I am going to tell something that is also not at all very pleasing to your ears. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ചില കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. I am mostly influenced by this following piece. ഞാൻ ഈ സന്ദേശം പ്രിപ്പയർ ചെയ്തപ്പോ ഓർത്ത്, കർത്താവേ എവിടെ പറയാനാ ഇതൊക്കെ, എവിടെ പറയാനാ? അത് അന്നത്തെ ചിന്ത ഇത് പറയാനല്ലേ, പിന്നെയാ മനസ്സിലായത് ഇത് അനുസരിക്കാനുള്ളതാണ്, പിന്നീടാ മനസ്സിലായത്. When I was thinking and meditating upon these verses, I was thinking that where should I deliver these things? Then I came to know that this is not to deliver but to observe. ഈ സന്ദേശം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവ് വിളിച്ചു, കർത്താവ് ഇതൊക്കെ ശരിയാ, ഇതൊക്കെ എവിടെയെങ്കിലും പോയി പറയാൻ പറ്റുമോ? When I was preparing this meditation, I was asking God, how can I go and tell others? How can I say this? പ്രിയപ്പെട്ടവരെ, കർത്താവ് വന്ന് ഒരുക്കിയപ്പോ തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. മറ്റൊരു രാജ്യത്ത് 3 ദിവസത്തേക്ക് ഈ വിഷയം മാത്രം എടുക്കാൻ എന്നെ ടിക്കറ്റ് തന്ന് വിസയിൽ നിന്ന് വിളിച്ചോണ്ട് പോയി. At that time, another country actually provided me the money and the ticket to preach just about this. അതുകൊണ്ട് അന്ന് മനസ്സിലായി ഇതൊക്കെ തമ്പുരാന് വളരെ പ്രസാദമുള്ള കാര്യമാണ്. So at that time I came to know that our God is very happy if we are meditating upon these. അങ്ങനെങ്കിൽ ദൈവഭയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാക്യം കാണാതെ അറിയുന്നതോ പ്രസംഗിക്കുന്നതോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോ ഒന്നുമല്ല. So the fear of the God or godliness means, it doesn't mean that if you memorize certain memory verses or if you sing well or if you do something, that is not the fear of the Lord. എന്നാ പിന്നെ എന്താണ് ദൈവഭയം എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ നോക്കാൻ പോവാം. Then we can look through what is truly the fear of the Lord. ഒന്നാമത്തെ കാര്യം The first thing is, to fear God is to keep our thoughts and attitude pure എന്നതാണ് തിരുവെഴുത്ത് പറയുന്നത്. To keep our thoughts and attitude pure. ആരും കാണാത്ത നമ്മുടെ ഹൃദയത്തിന്റെ നില വിശുദ്ധമായി സൂക്ഷിക്കുന്നതിനെയാണ് വേദപുസ്തകം ദൈവഭയം എന്ന് പറയുന്നത്. No one can see our heart or thought pattern. If we keep that heart or thought pattern holy,
That is the fear of the Lord. എന്ന് പറഞ്ഞാലേ Hallelujah. ആർക്കും കാണത്തില്ലെങ്കിലും ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, മറ്റാർക്കും എന്നെ അറിയാൻ പാടില്ലെങ്കിലും ദൈവത്തിന് എന്നെ അറിയാം എന്ന ബോധ്യത്തോടെ ജീവിക്കുന്നതിനെയാണ് ദൈവഭയമുള്ള ജീവിതം എന്ന് പറയുന്നത്. A life with the fear of the Lord is meaning like this: even though no one can see me, even though none can understand what I am thinking, but still I am always thinking that our God is watching 24/7, and living with that type of attitude is known as the fear of the Lord. 10 commandments എല്ലാവർക്കും അറിയാമല്ലോ. 10 commandments. You all are very familiar with the 10 commandments. ഓളാർന്നൊന്നും പറയണ്ട, സീഹോക്സിലെ ആളുകളുടെ പേരെ അറിയത്തുള്ളൂ. 10 commandments ചോദിച്ചാൽ ഇപ്പൊ പ്രശ്നമാവും. Do not mention that everybody is familiar with the 10 commandments. Maybe. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോ 2 തിമോത്തി തപ്പുന്ന ആളുകളെ ഞാൻ കണ്ടു. 2 തിമോത്തി എവിടെയാണ് തപ്പുന്ന ആളുകളെ? When I was standing here, I saw that some people are searching in the Bible where is the book of 2 Timothy. ഒരു ഫ്രീ കൺട്രി താമസിക്കുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. Since you are living in a free country, you are all saved for the time being. അങ്ങനെങ്കിൽ Hallelujah. ഒരു ചോദ്യം അങ്ങ് ചോദിക്കുക. 10ാമത്തെ കൽപ്പന ഏതാ? Which one is the 10th commandment? If so, you all know God's 10 commandments. What is the 10th commandment? Do not covet. Do not covet. മോഹിക്കരുത് എന്നുള്ളതാണ്. Do not covet. That is the last commandment. ഇനി നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് കുടിക്കേ. And come back again to ആദ്യത്തെ 9 എണ്ണം, ആദ്യത്തെ 9 commandments. the first 9 commandments. അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, ഡു നോട്ട് ടേക്ക് മൈ നെയിം ഇൻ വെയിൻ, എന്നിട്ട് ഒബ്സർവ് ദ ഡേ ഓഫ് സബത്ത്, എന്നിട്ട് കൊല്ലരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, അങ്ങനെ 9 കാര്യമുണ്ട്. We all know that you shall not have any other God than myself. You shall have no idols. You shall not kill others. You shall not lie. We know that almost 9 of them are mentioned. നിങ്ങൾ ആ 9 എണ്ണം വായിച്ചാൽ, ഒരാൾ ആ 9 കമാൻഡ്മെന്റ് ഒബ്സർവ് ചെയ്താൽ പുറത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. If you observe all those first 9 commandments, a person from outside can see on your life. വേറെ ദൈവത്തെ സേവിക്കാൻ പോയാൽ പിടിക്കും, ഇല്ലേ? പിടിക്കത്തില്ലേ? When you go and serve other God, everybody else can see that. കൊല ചെയ്താൽ പിടിക്കപ്പെടും. If you kill or murder someone, you will be caught. യഹോവയുടെ നാമം വെറുതെ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും. If you take the name of the Lord is in vain, you will be known. 9 എണ്ണം അനുസരിക്കുന്ന ഒരാൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് പറയുന്ന പേരെന്തായിരിക്കും? If a person who is observing one of those 9 first commandments, what will call him? We call that person ആത്മീയനാണെന്ന് പറയും, അല്ലേ? നമ്മുടെ പെന്തക്കോസ്റ്റൽ ലാംഗ്വേജ് ആത്മീയനാണെന്ന് പറയും. If they observe the first 9 commandments, we will definitely call and categorize that person as a spiritual man. പക്ഷെ 10ാമത്തെ കമാൻഡ്മെന്റ് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. But the last and the 10th commandment is only being observed by God. Am I right? ശരിയല്ലയോ? Am I right? അങ്ങനെങ്കിൽ ദൈവം ഒരുത്തനെ ഭക്തൻ എന്ന് പറയണമെങ്കിൽ 10ാമത്തേതും അനുസരിക്കണം. But if that is so, if God wanted to tell you a person is truly spiritual, then God would like to have in our life to obey the last commandment too. അങ്ങനെങ്കിൽ 1ാമത്തെ കാര്യത്തിലേക്ക് വരാം. ആരാ ദൈവഭയമുള്ള മനുഷ്യൻ? നിങ്ങൾ പറഞ്ഞു. Then let us turn our attention to the first point. Who is a person who fears the Lord? ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, മറ്റാർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ലെങ്കിലും നാഥൻ അറിയാത്തതൊന്നും എന്നിലില്ല എന്ന് ഒരുവന് പറയാൻ കഴിയുന്നെങ്കിൽ ആ വ്യക്തിയാണ് ദൈവഭയമുള്ള മനുഷ്യൻ. If a person always have this thought in his mind, God always sees me, God always knows my thought. If a person lives with that type of attitude, that person is a spiritual man. ഓൾഡ് ടെസ്റ്റ്മെന്റ് നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു എക്സാമ്പിൾ ഉണ്ട്. There is a good example in the Old Testament. We may not be so familiar with that character. വായിച്ചത് ഓർക്കുന്നുണ്ടോ? Have you ever? സാബത്ത് ഡേയിൽ ഒരുത്തൻ വിറക് വറക്കാൻ പോയ ഒരു കഥയുണ്ട്.
Sabbath you day ever remembered that a person went to pick some logs on Sabbath day? Numbers 15 കിടപ്പണേ, Numbers 15 വായിക്കണ്ട, സമയമില്ല. And as due to the lack of time, it is in the book of Numbers, chapter 15. സബത്തിൽ വിറക് വറക്കാൻ പോകാൻ അനുവാദമില്ല. There is no permission to go and pick some logs on a Sabbath day. ഒരുത്തൻ ആരും കാണാതെ വിറക് വറക്കാൻ പോയി. One person, without being noticed, unnoticeably, he went to pick some logs on Sabbath. കുറച്ച് ആളുകൾ കണ്ടു. A few of them found him. സംഭവിച്ചറിയാം, അവിടുത്തെ ശിക്ഷ ഏൽക്കേണ്ടി വന്നു ആ വ്യക്തി. That person was being punished. എന്റെ ഒരു ന്യായമായ ചോദ്യം, എല്ലാവരും ഉത്തരം പറയണേ. Please answer me. I have a question. നെക്സ്റ്റ് സാറ്റർഡേ ആരെങ്കിലും വിറക് വറക്കാൻ പോവോ? If that person got a punishment, if anybody will be willing to go on the next Sabbath to pick a log? ജീവനെ പേടിയുണ്ടേ പോവല. If anyone is being afraid of their life, no one will go. അത് ദൈവത്തെ ഭയപ്പെട്ടിട്ടാകണമെന്നില്ല. It was not because they fear the Lord. ആണോ? No. ആരെങ്കിലും കണ്ടാൽ എന്നാ ഓർക്കും എന്ന് ചിന്തിച്ചാണ്. It is because of the awareness that if one of the society members saw that, what will happen? അത് ദൈവഭയമല്ലാണോ? നിങ്ങൾ പറഞ്ഞോ ദൈവഭയമാണോ? That was not the fear of the Lord. എന്നാൽ ആരും കണ്ടില്ലെങ്കിലും സബത്തിൽ ഞാനത് ചെയ്താൽ ദൈവം കാണുമെന്ന ബോധ്യമുണ്ടെങ്കിൽ അതാണ് ദൈവഭയം. But even though none noticed that type of behavior, but still you have an understanding that even though none was observing or watching me, but God was looking at me. If you have that thought, that is the fear of the Lord. കുഞ്ഞുങ്ങളെ, പേരൻസ് കാണുമെന്നോർത്തോ ചർച്ച് കാണുമെന്നോർത്തോ ആണോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അതോ ദൈവം കാണുമെന്നോർത്താണോ ജീവിക്കുന്നത്? My dear children, are you living in this earth by fearing that my parents would observe that, my parents will find me on that? Or are you thinking that wherever you go, whatever you do, the Lord God is watching over you? എനിക്ക് വളരെ വിശദീകരിക്കാനായിട്ടുണ്ടെങ്കിൽ ഒറ്റ വാചകത്തിൽ ആ പോയിന്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. Even though I do have to explain a little bit more, but I would like to conclude with one sentence. വാസ്തവത്തിൽ ഒരുവൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവ് ബാഹ്യമായതൊന്നുമല്ല, ആരും കാണാത്ത, ആർക്കും അറിയാത്ത, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം അറിയാവുന്ന എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കുമ്പോഴാണ് അവൻ ഭക്തനായിട്ട് ജീവിക്കുന്നത്. A person will be truly spiritual when he or she is taking a decision that even though none can find me, even though none can see me, still I will live holy to the Lord. That person is a true spiritual man. സ്നാനപ്പെടാനൊക്കെ ആയിട്ട് പോവല്ലയോ? You guys are going to take a decision to take water baptism. സ്നാനം കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ we are just starting our Christian life. A Christian life is not going to end with a water baptism, but it is only about to start. നമ്മുടെ ഈ മാര്യേജ് റിസപ്ഷൻ പോലെയുള്ള ബാപ്റ്റിസം, അവിടുന്ന് ജീവിതം തുടങ്ങുകയാണ്. Like our marriage reception, baptism is just a beginning. അതുകൊണ്ട് വിറക് വറക്കാൻ പോകാതിരിക്കുന്നത് മോശ പിടിക്കുമെന്നോർത്തല്ല, ദൈവം പിടിക്കുമെന്നോർത്താണ്. So when a person went to pick some logs, not because to repeat that action, fear of Moses, but due to the fear of the God, you should not do something wrong. അതുകൊണ്ടല്ലേ ഡേവിഡ് പറഞ്ഞു, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? That is the reason Psalmist David was mentioning in his book, Lord, without your sight, where can I hide? ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ വിടുക. I am leaving that first portion over there. ഈ ക്രൈറ്റീരിയ വെച്ച് നാം ഭക്തരാണോ? According to this criteria, have you ever thought that are you a truly spiritual man or woman? നമ്മളൊരു ഗോഡ്ലിനെസ് കീപ്പ് ചെയ്യുന്നവരാണോ? Are we keeping a godliness? Praise the Lord. Hallelujah. ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലുമുള്ള മോസ്റ്റ് പ്രോഫിറ്റബിൾ തിങ്സ് ആണ് ഗോഡ്ലിനെസ്. Godliness is the most profitable characteristic not only to this world but also the things to come. രണ്ടാമത്തെ കാര്യം The second matter.
അത് ഒന്നാമത്തേതുമായിട്ട് വളരെ ചേർന്ന് വരുന്നതാണ്. This is very connected with the first matter. ഒരു വാക്യം വായിച്ച് അതിന്റെ വിശദീകരണം പറയാം. I would like to explain. ജനസിസ് 17 verse 1 എന്ന് വായിച്ച്. ജനസിസ് 17:1. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. 17 നമുക്കറിയാവുന്ന വാക്യം, വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യമാണ്. മതി, അവിടെ ഒരു പ്രയോഗം കണ്ട, walk before me and be faithful. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. Walk before God was mentioning, walk before me and be you perfect. അങ്ങനെങ്കിൽ നമുക്ക് ഇങ്ങനെ ഞാൻ അതിനെ പറയാം, obeying God even when others cannot find out disobedience. അതാണ് godliness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Obeying God even though none can find our disobedience, that is godliness. ഞാൻ അതിനെ അല്പം വിശദമാക്കി പറയാം. I would like to explain that. 17:1 നമ്മൾ വായിക്കുമ്പോൾ വലിയ സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. അബ്രഹാമിനോട് പറയാം, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിട്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. Chapter 17 verse 1, we can see that God Almighty was saying that walk before thee, but be you perfect. എന്നെ അല്പം കൂടെ ശ്രദ്ധിച്ചേ, ഗൗരവമായിട്ട് ശ്രദ്ധിച്ചേ. Please listen me very ഈ carefully. അബ്രഹാമിനോട് പറഞ്ഞ ട്യൂൺ എന്നാന്നറിയാമോ? Do you know what is the tone of that ആ sentence? വോക്കലിന്റെ ആ വേരിയേഷൻ, That vocal tone variation. അബ്രഹാമിനോട് പറഞ്ഞതിന്റെ അർത്ഥം മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നടന്നോണമെന്നാണ്. It is an imperative sentence. Be. കാരണം അതിനു മുമ്പ് നിങ്ങൾ അബ്രഹാമിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ പുള്ളിയുടെ തടി രക്ഷിക്കാൻ എന്തും ചെയ്യുമായിരുന്നു. We know the history of Abraham. He was, in order to save his life, he did anything, whatever he wanted to. Before chapters. തന്നെ രക്ഷിക്കാനായിട്ട്. To save himself, he did several things. ഭാര്യ വിൽക്കും, എന്ത് നുണ പറയണേലും പറയും, വേണമെങ്കിൽ എന്നിട്ട് ജസ്റ്റിഫൈയും ചെയ്ത് കളയും. He was actually in the previous chapters when the wife was standing, he lied. He tried to justify himself. എന്റെ പെങ്ങളാണെന്ന് അല്ലേ, നിങ്ങൾ വായിച്ചാൽ മതി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. You know that Abraham told his wife is a sister to him. എന്നിട്ട് ഈ മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. 19-20 ഒക്കെ വായിച്ചാൽ മതി. So God commanded in an imperative tone that be you perfect, but still he was doing some mistakes. അങ്ങനെങ്കിൽ ദൈവത്തെ ഭയപ്പെടുക എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം. If that is so, what is the second point? To be the fear of the Lord. ലോകത്തിൽ എവിടെ പോയാലും ദൈവ സാന്നിധ്യത്തിൽ നടക്കുക എന്നാണ്. Wherever you go on this earth, walk before the Lord, the presence of the Lord. അബ്രഹാമിനോട് ദൈവം പറയാണ്, നീ എന്റെ മുമ്പാകെയാണ് നടക്കേണ്ടത്. Always think that you are walking in the presence of the God. ജോലിക്ക് പോയാലും സ്കൂളിൽ പോയാലും ഈ സ്റ്റേറ്റ് വിട്ടാലും ഈ രാജ്യം വിട്ടാലും ദൈവം നമ്മളോട് പറയുകയാണ്, നീ എന്റെ മുമ്പാകെ നടക്കണം. If you are going to workplaces, if you are going to your college or universities or schools, or if you are going to move to another state or country, but always do remember that you are walking before the Lord. നമ്മളാരും മനുഷ്യന്റെ മുന്നിൽ ജീവിക്കുന്നവരല്ലേ അല്ല. We all are not living in front of the other people or to show the society. അവര് കണ്ടാൽ എന്നാ പറയും, എന്റെ ഇമേജ് പോകും. നോ, അതല്ല നമ്മുടെ മാറ്റർ. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. You should not ever consider what others think or what I have to show in front of others, but always do keep in your mind that you are walking in the presence of the Lord. ഈ ആകാശത്തിന്റെ കീഴിൽ നമ്മുടെ നാഥനെ ഒളിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? Are we able to do anything under the heavens? Are we able to hide from him? No. We are unable to do anything covering God. ദൈവ ഭയമാണ് അതിന്റെ കാരണം. Because the fear of the Lord is the reason behind it. ഞാൻ സിഗരറ്റ് വലിക്കാത്തത്, കള്ള് കുടിക്കാത്തത്, ഞാന് പാർട്ടിക്ക് പോയി അലമുണ്ടാക്കാത്തതിന്റെ കാര്യം ചർച്ച കാണുമെന്നോർത്തല്ല. തമ്പുരാൻ അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. I am not going to do some partying, or I'm not going to smoke some cigarettes or drinking or something like that. Not because if I am afraid of some church members will notice it. No, but I am always aware that my God is watching over me. ഇടയ്ക്കിടയ്ക്ക് ആ വാക്യം എഴുന്നേറ്റ് വരട്ടെ. Walk before me, be faithful. Always keep coming that verse in your mind. Walk before me perfect.
കുഞ്ഞുങ്ങളെ, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ തീരുമാനങ്ങൾ ഹൃദയത്തിലുണ്ടാകണം. ഇല്ലെങ്കിൽ സ്നാനമൊന്നും സ്നാനമല്ല. So my dear fellow members, little children, before going to take water baptism, bear this in your mind, rooted this in your heart, that baptism is not the biggest thing in your life, but always think that our God is watching and you are walking in the presence of the Lord. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാമെങ്കിൽ അത് ചെയ്താൽ മതി. If you are going to take a decision that I am going to live my rest of the life for God alone, then only take water baptism. നമ്മൾ പലതും ചെയ്യാത്തത് ദൈവം കാണുന്നു എന്ന ബോധ്യം കൊണ്ടാണോ അതോ എന്റെ ടെസ്റ്റിമണി പോകുമെന്ന് ഓർത്താണോ? പറഞ്ഞു. Just to think that many things we do not do. Are we thinking that maybe some other people may notice it, or do we want to show them that we are spiritual? Is it because you fear God or because you want to keep up your testimony? Amen. Hallelujah. Fearing God. Hallelujah. Stotram, stotram. ജോസഫിന്റെ കാര്യം നമ്മൾ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. I already explained very well Joseph's characteristics. ആ പോത്തിഫറിന്റെ വൈഫ് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. Potiphar's wife said a sentence about Joseph. No one is here. Potiphar's wife was mentioning to Joseph, no one was here. എന്ന് പറഞ്ഞാൽ അവള് മനുഷ്യന്റെ മുന്നിലാ ജീവിച്ചത്. കാര്യം ഭർത്താവില്ല, ഫ്രണ്ട്സ് ഇല്ല, no one is there. Hallelujah. Potiphar's wife was living in front of the society, especially there was the absence of husband or none in that area. She was in the presence of her husband, അല്ലേ? She was living a life just to show her husband. പക്ഷെ ജോസഫ് പറയുന്നത് എന്താണെന്നറിയാമോ? Hallelujah. At that time, have you ever noticed that what Joseph's reply was? അപ്പനും അമ്മയും സഹോദരങ്ങൾ ആരുമില്ല. Joseph was living in a country where there was not with his parents. Maximum 20 or 22 years. Just 22 or 20 in the age of 20s. In his 20s, he was not living with his parents or brothers or any one of his relatives. ജോസഫ് പറയാ, ഈജിപ്തിലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. But Joseph was saying that even though I am living in Egypt, a God who is watching over me even here. Praise the Lord. Joseph was mentioning like that. Psalm 16 ഒരു വാക്യം വായിക്കുന്നുണ്ട്. We are seeing a verse in Psalms, the book of Psalms chapter 16. ഞാൻ എപ്പോഴും ദൈവത്തെ എന്റെ മുന്നിൽ പ്ലേസ് ചെയ്തേക്കുകയാണ്. I have always placed the Lord in front of me. അങ്ങനെങ്കിൽ കണ്ണ് തുറക്കുമ്പോഴേ ആരെയാ കാണുന്നേ? So whenever you open your eyes, whom do you see? ഏത് സ്റ്റെപ്പിലും ആരാ മുന്നിൽ? Whenever you take a step, who is in front of you? കർത്താവിനെ കാണണം. You should see and ആ ബോധ്യം ഉണ്ടെങ്കിൽ പേരൻസിനെ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ മക്കളെ പറ്റി? If you have that fear of the Lord, have you ever needed to fear your parents? സ്തോത്രം. Hallelujah. മറ്റാർക്കും അറിയത്തില്ലെങ്കിലും ദൈവമുമ്പാകെ നടക്കുക. Even though no one know about your pattern or life situation, but God knows all about you. ദൈവമുന്നിൽ നടന്നില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നമ്മൾ എന്തും ചെയ്യും പ്രിയപ്പെട്ടവരെ. If you are not aware that you are walking in the presence of the Lord, you might have done, you can do anything, whatever you would like to. Praise the Lord. ഞാൻ രണ്ടാമത്തേത് സമയമില്ലല്ലോ, ഒന്ന് നിർത്തിക്കോട്ടെ. ഇത് ഇങ്ങനെ കിടക്കാണ് തിരുവഴുത്തിനകത്ത്. സ്തോത്രം. Third point. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം പോവോ, സഭയിലെ പാസ്റ്റർ അറിയുവോ, എന്റെ പപ്പ അറിയോ, എന്റെ മമ്മി അറിയോ, ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. So, my dear young members, do not ever think that whether my parents will say it, my brothers or my sisters or my relatives notice it. Do not think in that way. കർത്താവ് കാണുന്നു. Our Lord is watching you. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ നന്നായി നടക്കുന്നതിന്റെ കാര്യം എന്താ? അതിന്റെ പിന്നിൽ എന്താ കാരണം? Just I would like to ask you, we are living in a spiritual way. What is the reason, true reason behind that? അങ്ങനല്ല ചോദ്യം. നമ്മളിപ്പോ ഇങ്ങനെ യോഗത്തിന് വരുന്നു, ബൈബിൾ വായിക്കുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നു, അത് കർത്താവ് കാണുന്നു എന്ന ബോധ്യം കൊണ്ടാണോ, അതോ പേരൻസും പാസ്റ്ററും അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കാണുന്നു, അല്ലെ നമ്മളെല്ലാരും കാണുന്നു, നമ്മളെ കാണുന്നു, ആ ബോധ്യം കൊണ്ടാണോ?
So we are actually doing a lot of things, coming to the church, singing or memorizing verses and doing everything. Do you do all these things just to show parents or just to show church members? Or are you aware that God is watching you too? കുഞ്ഞുങ്ങളെ, പേരൻസേ, ഇത് വളരെ സത്യമായൊരു കാര്യമാണ്. വാക്ക് ബിഫോർ മീ ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ. This is a very serious matter, my dear parents as well as my dear children. Walk before God and be made thou perfect. ഈ സന്ദേശമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയും വലിയ ആളൊന്നും കളിച്ച് നടക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ ശാന്തമായിട്ടൊരു സൈഡിൽ കിടന്ന് പോകാം, അത്രേ ഉള്ളൂ. If we truly accept this message, we cannot act like a big person. നമ്മൾ ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടുപോയി, അതിന്റെ അപജയമാണ് നമുക്കെല്ലാം ഉണ്ടായത്. We actually heard a lot of messages from the book of Bible in a very different way. That is why we failed in many areas. സ്തോത്രം. Hallelujah. മൂന്നാമത്തെ കാര്യം പറയാം. The third point. Genesis 22 verse 12. 22 verse 12. Genesis chapter 22 verse 12. ആ, ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കുമോ? Hallelujah. Hallelujah. അതിന്റെ കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. You know all the context of this verse. അവിടെ ദൈവം അബ്രഹാമിനോട് പറയാണ്, ബാലനെ ഒന്നും ചെയ്യരുത്. God was telling Abraham, do not lay your hand upon the child. എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അബ്രഹാമിന് കൊടുക്കുകയാണ്. Then God was giving a certificate to Abraham. നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. For now I know that you are fearing the God. അങ്ങനെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നു എന്നതിന് ആദ്യം സർട്ടിഫിക്കറ്റ് നേരിട്ട് കിട്ടിയ മനുഷ്യനാണ് അബ്രഹാം. So if that is so, the first person who got a comment from God, He got the first certificate from God. Yeah, he got the first certificate from God that a person who feared God. ഇതിന്റെ ഒരു മനോഹരമായ ഒരു മറ്റൊരു ആശയം എന്നാണെന്നറിയാമോ? ഈ 22:12 വരെ അബ്രഹാം മുഴുവൻ കുഴപ്പമായിരുന്നു. വായിച്ചാൽ മതി. If you observe very carefully in the previous chapters until chapter 12, he has been doing a lot of wrong things in Abraham's life. 22:12 അബ്രഹാം ഒറിജിനലി ശരിയാകുന്നത്. In this verse, chapter 22, verse 12, Abraham being made perfect. അവിടം കൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല, ഒരാത്മീയനായിട്ട് അങ്ങ് പോവുകയാണ് അബ്രഹാം. Then actually since that verse, Abraham was leading a true spiritual man's character. മൂന്നാമത്തെ കാര്യം എന്നാന്ന് പറയാം. I would like to mention about the third point. ദൂതൻ അല്ലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ഏകജാതനെ കൊണ്ടുപോയി എനിക്ക് യാഗം അർപ്പിക്കണം. God commanded Abraham to go and sacrifice your one and only child. എന്റെ ഒരു ചോദ്യം, എല്ലാരും ഒന്ന് കേട്ടെ. അബ്രഹാമിനോട് ദൈവം ഇത് പറഞ്ഞത് വേറെ ആരെങ്കിലും കേട്ടായിരുന്നോ? When God told Abraham to sacrifice your one and only son, is anyone did hear this command? Except Abraham? Except Abraham. ഒന്ന് ഓർത്ത് നോക്കി, ഉൽപ്പത്തി പുസ്തകം 12 മുതൽ താഴോട്ടൊന്ന് ഓടിച്ചു നോക്കി, ആരെങ്കിലും കേട്ടായിരുന്നോ? Did anyone hear this verse, this message? ആരും കേട്ടില്ല. No one heard this command from God to Abraham. ഇതനുസരിച്ചില്ലെങ്കിൽ ആരെങ്കിലും അറിയുമോ? If Abraham didn't obey this command, have anyone noticed this? ആരും കേട്ടില്ലല്ലോ. No one heard, so none could have seen this. പക്ഷെ ആരും കേട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞത് അബ്രഹാം അനുസരിക്കാൻ തയ്യാറായി. Even though none heard this command, Abraham obeyed God. അതനുസരിച്ചില്ലെങ്കിൽ ആരും കണ്ടുപിടിക്കുകയില്ല. പക്ഷെ എന്നിട്ടും ദൈവത്തോടുള്ള തന്റെ അനുസരണമാണ് ആ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. We can see that Abraham's obedience to God's command over here. To fear God is to obey Him in our inner life or secret life. Amen. Hallelujah. ലോകത്തിൽ ആരും കണ്ടുപിടിക്കുകയില്ല അദ്ദേഹം വയലേറ്റ് ചെയ്താൽ. പക്ഷേ രഹസ്യത്തിൽ പറഞ്ഞതും അബ്രഹാം അനുസരിക്കാൻ തയ്യാറായി.
Abraham was ready to obey in this, whatever God commanded him during the secret life of his. വേറെ ആരെയും ഭയപ്പെട്ടിട്ടല്ല അബ്രഹാം പോയത്, ദൈവത്തെ മാത്രം ഭയപ്പെട്ടിട്ടാണ് പോയത്. Abraham went to sacrifice not because of the fear of anyone else, but he feared God. Praise the Lord. Hallelujah. കർത്താവ് നമ്മളോട് അങ്ങനെ തിരുവചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ, are you willing to obey that? When you go through the book scriptures, if God commanded you to obey or observe certain things, are you ready to obey? വ്യക്തമായി ഇന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ ആർക്കും എന്റെ മിസ്റ്റേക്ക് അറിയില്ലെങ്കിലും ദൈവത്തിന് അതറിയാം, മാനസാന്തരപ്പെടാൻ തയ്യാറാണോ എന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. This lesson is teaching one thing to us, even though no one noticed, no one know about one of our shortcomings or failures, but God, if He pointed to that thing to you, are you ready to obey? Praise the Lord. Hallelujah. ആരും കണ്ടുപിടിക്കുകയല്ല, പക്ഷേ Hallelujah. തമ്പുരാൻ അത് കേട്ടിട്ടുണ്ട്. No one would be able to find that fault in you, but God will find that. Praise the Lord. Hallelujah. ഞാൻ മുമ്പേ പറഞ്ഞ സെന്റൻസ് ആവർത്തിക്കാം. Obeying God even when others cannot find out our disobedience. Even others cannot find our disobedience, still obey God. ഈ തിരുവെഴുത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകരുത്. This scripture, this commandment should not leave from our heart. ആരാ ഭക്തൻ? Who is a truly ആർക്കും കാണാത്ത ഹൃദയനില സൂക്ഷിക്കുക. even though no one can see it, but still keeping your heart pure. ദൈവ മുന്നിൽ നടക്കുക, ഏത് രാജ്യത്ത് പോയാലും. Walk before God perfectly, even though you live in any part of this world. മറ്റാരും ഡിസോബീഡിയൻസ് കണ്ടുപിടിച്ചില്ലെങ്കിലും ദൈവം അത് കണ്ടുപിടിക്കുമെന്നതുകൊണ്ട് അനുസരിക്കുക. Even though no one observed your disobedience, if you hear or if you are being told to obey God, if He commanded you, obey God unconditionally. ഇന്ന് നാലാമത്, ലാസ്റ്റ് അല്ല, ഇന്നത്തേക്ക് ലാസ്റ്റ് പോയിന്റ് പറയാം. I would like to say the last point for today's meditation. പ്രോവർബിലേക്ക് ഒന്ന് വന്നേ. പ്രോവർബ്. Let us turn back to Proverbs. 8:13. പ്രോവർബ് 8:13. 8:13. പെട്ടെന്ന് വായിക്കണം, സമയം പോകുന്നു. 8:13. പ്രോവർബ് 8:13 വായിച്ചോളൂ. അത് തന്നെ. മതി ആ 8:13 മാത്രം ആയത്തില്ലേ. മലയാളത്തിലൂടെ ഒന്ന് വായിക്കുമോ? മതി. To fear God is to hate evil. Hallelujah. Amen. എന്ന് പറഞ്ഞാൽ to fear God is to keep away from all forms of evil എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന എല്ലാ ശുദ്ധിയിൽ നിന്നും ഞാൻ എന്നെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുക. Another point of the fear of the Lord is keeping separated from all the things which makes me evil. 8:13 കണ്ടോ? യഹോവ ഭക്തൻ ദോഷവഴികളെ വിട്ടകലുന്നു. The fear of the Lord is to hate evil or depart from evil. 16 verse 6 നോക്കിയ same book 16:6. That verse is repeating. 16:6. True love and faithfulness is atoned for. Through the fear of the Lord, evil is avoided. കേട്ടോ? ആ വാക്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. ദൈവഭയം ആ ഈവിളിൽ നിന്ന് ദോഷ വഴികളെ വിട്ടകലുകയാണ്. Fear of the Lord makes a person to depart from evil. നമ്മൾ ഇയ്യോബിനെ പറ്റി ഒന്നിന്റെ ഒന്ന് എന്നാ വായിക്കുന്നേ? What are we reading? Job chapter 1 verse 1 about Job. അവിടെയും കണക്ട് ചെയ്തേക്കാ വാക്യം. ആ വാക്യം എങ്ങനെ പോകുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അവിടെ ഇത്രയേ ഉള്ളൂ. Turned away from evil. നിഷ്കളങ്കനായിരുന്നു, He was perfect. നേരുള്ളവനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. ദൈവഭക്തനാകാൻ കാര്യം എന്നാ? ദോഷം വിട്ടകന്ന് ജീവിച്ചു എന്നുള്ളതാണ്. We can see the characteristics of Job in the book of Job, that he was a man who was perfect, who was upright, and he feared God. He feared God and turned away from evil. സകല ദോഷ വഴികളെയും വിട്ട് ജീവിക്കുക. He turned away from all evils. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. We can see in the book of James a verse like this.
ഒരുവൻ ഭക്തൻ എന്ന് പറയുകയും അവന്റെ നാവ് സൂക്ഷിക്കാതെയും ഇരിക്കുന്നെങ്കിൽ അവന്റെ ഭക്തി വ്യാജമാണ്. We can see that in the book of James, he was mentioning that if a person is thinking that he is spiritual, he is perfect, but if he is unable to control his tongue, his perfectness or his spirituality is in vain. അങ്ങനല്ലേ വായിക്കുന്നേ? We can see that verse. അതിനെ ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം. ഈ അമ്മമാർക്ക് അറിയാമല്ലോ, നേഴ്സുമാർക്കൊക്കെ അറിയാം. കുഞ്ഞുങ്ങളെയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം വല്ല വയറുവേദനയോ പനിയൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറയും കുഞ്ഞ് വായൊന്ന് തുറക്കാൻ പറയും. We all know, especially who are working in the medical field, if we take a children to a physician, he will always check first to tell the child to open his mouth to show his or her tongue. എന്നിട്ട് ലൈറ്റ് അടിച്ചതെല്ലാം നോക്കും. Then he will always look at his tongue. നോക്കിയിട്ട് നല്ലൊരു ഡോക്ടർ രോഗം ഡയഗ്നോസ് ചെയ്യും. If it is a good doctor, he could have diagnosed the disease's cause right away. നിങ്ങൾ അതിന്റെ ഈ സയൻസ് ഒന്നും പറയരുത്, ഞാനത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിന്റെ സയൻസ് എന്താണെന്ന്. As I am not familiar with the science behind that, do not ask why it is so. ഞാൻ പഠിച്ചിട്ടുള്ളൊരു സയൻസ് ഇതിനകത്തെന്ന് പറയാം. The science which I learned, I would like to explain what does that ഇവിടെ mean. ഡോക്ടർ ജെയിംസ് പറയുക, Dr. James is mentioning in the book of James. അത് കുഞ്ഞുങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയുക. He is mentioning not only to little children but to everyone. പ്രസംഗവും ക്ലാസും പാട്ടും പ്രാർത്ഥനയൊക്കെ നടത്തുന്ന നമ്മളോട് എല്ലാവരോടും പറയുക. Those who are conducting messages or singing or praying or whatever matter you are being involved, to everyone it is ഒന്ന് വാ തുറന്നേ. James was mentioning, keep open your mouth. നോക്കിട്ട് പറയുക, and show your tongue. മുഴുവൻ കുഴപ്പാ. It is all problem. കിട്ടിയോ? Hallelujah, hallelujah, hallelujah. ഭക്തനാണെങ്കിൽ അവന്റെ നാവ് അവൻ സൂക്ഷിച്ചിരിക്കും. If you are truly a spiritual person, you will always control your tongue. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who fear the Lord and who keep always his ways in front of the Lord. ദാനിയേൽ, എനിക്ക് എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. ദാനിയേലൊക്കെ ഹൃദയത്തിൽ തീരുമാനിച്ചു ഞാൻ അശുദ്ധനാകുകയില്ല. I have a lot of examples. One of the examples are Daniel, who took a decision that I was not going to do anything evil against God. No, I am not going to defile with their things. Yeah, I am not going to defile myself with the things of that land or country. ഞാൻ എല്ലാവരോടുമായിട്ട് ഒന്ന് രണ്ട് ചോദ്യത്തോടെ എന്റെ വാക്കുകളെ നിർത്താം. I would like to ask you a couple of questions and to conclude my message by this. യോഗം കഴിയുമ്പോൾ ആരും പറയരുത് ഒരു ഉണർവും ഇല്ലാത്ത പ്രസംഗമായിരുന്നു കേട്ടോ. Do not say that this is not a awakening meeting. വലിയ ഫയർ ബ്രാൻഡ് ഒന്നും ആയിരുന്നില്ല. സത്യത്തിൽ ഇത് പഠിക്കണ്ടയോ? ഇതല്ലേ നമ്മളെ നിത്യജീവനിൽ എത്തിക്കുന്ന കാര്യം. So don't we need to learn this? This is only which lead to our eternal life. ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദിവസങ്ങൾ ആഴ്ചകൾ ഞാൻ ദൈവസേനയിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ രാവിലെ 8-9 മണിക്കൂറൊക്കെ ഞാൻ തിരുവെടുത്തുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ മമ്മിക്ക് എന്ത് പേടിയായിരുന്നു ഇവൻ എന്നെ പറ്റിയെന്ന് ഓർത്ത്. ഞാൻ ഈ വേദഭാവമൊക്കെ ഇങ്ങനെ വായിച്ചവിടെ ഇരിക്കുകയായിരുന്നു. When I was preparing these verses, I usually used to sit in a straight manner 8 or 9 hours. At that time, my mom was afraid. What happened to me? ഞാൻ നിങ്ങളാരും അങ്ങനെ ഇരിക്കണമെന്നല്ല പറയുന്നത്. I am not telling you to sit like that. 4 കാര്യം സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ വിട്ടേക്ക്. 4 കാര്യം ചിന്തിച്ചേ. Just avoid the introduction and please bear in your mind these 4 points. First one. To fear God is to keep our thoughts and attitude pure. Amen. Second one. To fear God means to walk before the face of God, conscious of His presence. Hallelujah. Number 3. To fear God is to obey Him in our inner life and secret life. Number 4, to fear God is to keep away from all forms of evil. ഒരു ചോദ്യം കൂടെ ചോദിക്കുക. ഈ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ദൈവഭയമുള്ളവരാണോ? If we keep these criteria, are we truly fearing the God? സ്തോത്രം. Hallelujah. വളരെ സീരിയസ് ആണ് ഈ കാര്യം, മറക്കരുത്. Do not forget, because this is very serious. ഈ 4 മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് ദൈവഭയം ഉണ്ടോ?
If we keep all these 4 points, do we have really the true fear of the Lord? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Let us close our eyes and ഒന്ന് കണ്ണടച്ച് ജീവിതം കർത്താവിന്റെ കരത്തിൽ ഒന്ന് സമർപ്പിക്കാം.